ഹായ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 29 ഡേ 28ന്റെ റിവ്യൂ ആണ് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എപ്പിസോഡിന്റെ പകുതിയിലധികം ഭാഗവും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചർച്ചകളും അതിന്റെ തുടർച്ചകളും മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നാണക്കേട് ഉണ്ടാക്കുന്ന, അതായത് ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ആദ്യം തന്നെ നമ്മൾ സാധാരണ സോങ് ആയിട്ട് തുടങ്ങുന്നു. അത് കഴിഞ്ഞ് അപ്പാനി ഒരു ലെറ്റർ വായിക്കുന്നുണ്ട്. ഓണാഘോഷത്തെക്കുറിച്ചുള്ള ഒരു ലെറ്ററാണ്. എല്ലാവരും പൂക്കളം ഇടണം, പൂക്കൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പുറത്ത് പൂക്കളം ഇടണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി വന്നിട്ട് എന്തായി, ഫുഡിന്റെ കാര്യങ്ങൾ എന്തായി, ഫുഡ് റെഡിയായോ, ഫുഡ് തയ്യാറാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അപ്പാനിയായിട്ട് ചെറിയൊരു വിഷയം ഉണ്ടാകും. അപ്പാനി പറയുന്നത് നീ കിച്ചൺ ടീമിലല്ലോ, അല്ല, അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട എന്ന് പറയുന്നു. പക്ഷേ ലക്ഷ്മി പറയുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, ഫുഡ് ഇവിടെ ഒന്നും ചെയ്യുന്ന കാണുന്നില്ല. അപ്പോൾ പറയും രാവിലെ തന്നെ ഫുഡ് തരാൻ പറ്റില്ല, അപ്പോൾ അതിനൊരു ടൈമുണ്ട്, അതിന് ആൾക്കാർ വരും, അപ്പോൾ ചെയ്തു തരാം എന്ന് അപ്പാനി പറയുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത് എന്താണ് ഫുഡ് എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി എന്ന് പറയുന്നത് വൈൽഡ് കാർഡിൽ വന്ന ആളാണ് കേട്ടോ. ലക്ഷ്മി ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് കൊടുക്കുന്ന മറുപടി എന്താ വെച്ചാൽ ഉണ്ടംപൊരിയും ചായയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ അത് അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കിച്ചണിൽ, നമ്മളെ ഈ ഒരു സീസൺ തുടങ്ങിയതിന് ശേഷം എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, കിച്ചണിൽ രാവിലെ എന്നും വഴക്കായിരിക്കും. അത് 1-2 ദിവസം മാത്രമേ ഈ ഒരു സീസണിൽ അത് ഒഴിവായിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസം മുഴുവൻ രാവിലെ കിച്ചണിൽ വഴക്കായിട്ടാണ് തുടങ്ങുന്നത്. ഇന്ന് ഇപ്പോൾ രാവിലെ അപ്പാനിയും ലക്ഷ്മി തമ്മിലുള്ള ചെറിയ വിഷയത്തിന് ശേഷം വീണ്ടും റെന ഫാത്തിമയും ഷാനവാസും തമ്മിലൊരു ഇഷ്യൂ നടന്നു. കാരണം എന്താ വെച്ചാൽ ഇന്നലെ പാചകം ചെയ്തതിന്റെ ആ ഒരു ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ഒരു സ്റ്റവിന്റെ മുകളിലും അവിടെയൊക്കെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. ഞാൻ ഒരു ഫോട്ടോ കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ റെന അത് ഇന്നലെ വൃത്തിയായിക്കൊള്ളാം എന്ന് ഷാനവാസിനോട് പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണ് വൃത്തിയാക്കാന്ന് ചോദിച്ച് റെനയും ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഇഷ്യൂ. റെന അത് അപ്പം തന്നെ വൃത്തിയാക്കുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ വൃത്തിയാക്കിയില്ലേ, പിന്നെ എന്താണ് പ്രോബ്ലം എന്ന് ഷാനവാസ് ഇപ്പോൾ പറയുന്നുണ്ട്. ഇന്നലെ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ഇന്നലെ ചെയ്തിട്ടില്ല, രാത്രി ഫുള്ള് ഇങ്ങനെ വൃത്തികേടായിട്ടാണ് അവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവുന്നു. അടുത്തത് പിന്നെ ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ, ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ അവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എടി വിളിച്ചു, കോടി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഇഷ്യൂ അങ്ങനെ ഉണ്ടാവുന്നു. അതിന് തുടർച്ചയായിട്ട് ആപ്പിളിന്റെ ഒരു ഇഷ്യൂ. കാരണം 38 ആപ്പിളും കണ്ട് അവിടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം 3 ആപ്പിൾ കാണാനില്ല എന്ന് പറയുന്നത്. പിന്നെ മസ്താൻ ഒരു ആപ്പിൾ കഴിക്കുന്നത് കാണുന്നു, ആരും ഒരു ആപ്പിൾ എടുത്ത് പോകുന്ന കാണുന്നു, അനുമോൾ ഒരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് കഴിക്കുന്നത് കാണുന്നു. അങ്ങനെ ആപ്പിൾ മോഷണവുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ആരും ഒരു ആപ്പിൾ എടുത്ത് പോക്കറ്റിലിട്ട് പോയി ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു സംഭവം അതിനിടയ്ക്ക് ഉണ്ടായി. പിന്നെയുള്ളത് നമ്മുടെ അതിഥികൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ്. 4ാമത്തെ എപ്പിസോഡിൽ ഒരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പൂക്കളുടെ പ്രകമ്പനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സോങ്. ആ സോങ്ങിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ജസ്റ്റിനും രമ്യ നമ്പീശനും. അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുന്നു. പിന്നെ അവരുടെ വന്നിട്ടുള്ള അവരുടെ സ്വീകരണവും അവരുടെ ആഘോഷം, പിന്നെ അവിടെ ചെറിയൊരു ടാസ്ക് നടക്കുന്നു. അതായത് ആ ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങൾ അവരുടെ ഓണത്തെക്കുറിച്ച്, അവരുടെ ഓണത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. അതിൽ ഏറ്റവും നല്ല ഓർമ്മകൾ പങ്കുവച്ച ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നു. അങ്ങനെ റെനയ്ക്കാണ് ആ ഒരു സമ്മാനം കിട്ടുന്നത്. കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ട് അവർ അങ്ങനെ തിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നെവിനാണ്. നെവിൻ കിച്ചണിലെ ടീമും വെസൽ ടീമും അങ്ങനെയൊക്കെ ഓരോരോ ടീമിനെ പ്രത്യേകം തിരിക്കുന്നുണ്ട്. നമ്മുടെ രാവിലെ കിച്ചണിൽ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്ക് തന്നെയാണ് കിച്ചൺ ഡ്യൂട്ടിയും ക്യാപ്റ്റൻ ഡ്യൂട്ടിയും കൊടുത്തത്. നമ്മുടെ ലക്ഷ്മിയാണ് കേട്ടോ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വന്നത്. അടുത്തത് ഒരു പണിപ്പുര ടാസ്ക്കാണ്. പണിപ്പുര ടാസ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തവണ പണിപ്പുര ടാസ്കിന് പോകേണ്ടത്, അതായത് പണിപ്പുരയിലേക്ക് പോകേണ്ടത് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള 5 പേരാണ്. അവർക്ക് 10 സെക്കൻഡാണുള്ളത്. അവിടെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തിട്ട് 10 സെക്കൻഡിനുള്ളിൽ തിരിച്ചു വരാം. പക്ഷെ അവിടെ വലിയൊരു പണി ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവർ കൊണ്ടുവന്ന ബാഗിന് പുറത്തൊക്കെ ഓരോ ബോംബുകളുടെ ചിത്രം ഉണ്ടാവും. ഒരു വലിയ ബോംബ്, മീഡിയം ബോംബ്, ചെറിയ ബോംബ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഏത് ബോംബാണോ ആ ബോംബിന്റെ ഒരു പണി അവിടെയുള്ള ആളുകൾക്ക് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. അവരവിടെ പോകുന്നു, എടുത്തിട്ട് വരുന്നു. ഇവിടെ പണിപ്പുരയിൽ നിന്ന് വന്നപ്പോൾ കിട്ടിയത് ഏറ്റവും കൂടുതൽ വലിയ ബോംബാണ്. അപ്പോൾ ഏറ്റവും വലിയ പണിയാണ് ബിഗ് ബോസ് ഹൗസിലുള്ള അംഗങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു ഇഷ്യൂ നമ്മുടെ ആര്യനും വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള പ്രവീണും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് വൈൽഡ് കാർഡ് ഇവരെടുത്ത് വന്നപ്പോൾ അവിടെ ഡെമോ വെച്ചിട്ടുള്ള ബോംബും കൂടി എടുത്തിട്ട് വന്നു. അപ്പോൾ അതിലെന്തോ ഒരു കമന്റ് പറഞ്ഞ അങ്ങനെയുള്ള ഒരു ചെറിയ ഇഷ്യൂ അതവിടെ നടക്കുന്നുണ്ട്. പിന്നെ മസ്താനി എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് റെന അവിടെ കാര്യം അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. എന്താണ് മസ്താനി പറഞ്ഞെന്നുള്ള എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അത് ചിലപ്പോൾ BB+ലായിരിക്കും കാണിക്കാൻ പോകുന്നത്. അങ്ങനെ റെന നന്നായിട്ട് കരയുന്നുണ്ട്, ഭയങ്കരമായിട്ട് കരഞ്ഞ് കിടന്ന് ഉരുണ്ട് കരയുന്നുണ്ട്. അപ്പോൾ കുറെ പേരൊക്കെ അവിടെ സമാധാനിക്കാൻ വരുന്നുണ്ട്. അതിനിടയ്ക്ക് മസ്താനി വരുന്നു. മസ്താനിയും റെനയും തമ്മിൽ ഈ വിഷയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നു. അത് അവിടെ കഴിഞ്ഞു.
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പണിപ്പുര ടാസ്കിലെ വലിയ പണി വരുന്നത്. വലിയ പണി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പണി കിട്ടിയത് അക്ബറിനാണ്. അതായത് ഒരു വ്യക്തിക്ക് ഈ സീസൺ മുഴുവൻ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ആ പണി. അത് ആരെയാണ് ക്യാപ്റ്റൻ ആക്കാതിരിക്കേണ്ടത് എന്നുള്ളത് ഈ വൈൽഡ് കാർഡായി വന്നിട്ടുള്ള 5 പേരും കൂടി തീരുമാനിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അവർ 5 പേരും കൂടി തീരുമാനിച്ചത് അക്ബറിനെയാണ്. അക്ബറിന് ഇനി ഈ സീസണിൽ ഒരിക്കലും ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് മത്സരിക്കാനോ ക്യാപ്റ്റൻ ആവാനോ കഴിയില്ല. പിന്നെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നാണക്കേട് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം. മസ്താനിയും അനുമോളും കൂടെ ആര്യനും ജിസയിലും മോശമായ രീതിയിൽ എന്തോ ചെയ്യുന്നത് കണ്ടു എന്നുള്ളത് പറയുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിഷയം ഉണ്ടാവുകയും എല്ലാവരും കൂടെ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ പ്രൊമോ കണ്ട ഒരു സംഭവം. പ്രൊമോയിൽ ആര്യൻ അനുമോൾ അടിക്കാൻ പോകുന്ന പോലെ ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ആ സംഭവം നടന്നത്. അങ്ങനെ എന്താണ് കണ്ടത് എന്ന് പക്ഷെ ഇവർ പറയുന്നില്ല. ഞങ്ങൾ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ പ്രലോഭിപ്പിച്ച് അനുമോൾ അത് പറയാണ്. അവിടെയാണ് ആ ഇഷ്യൂ മെയിനായിട്ട് തുടങ്ങുന്നത്. സംഭവം എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും അടുത്തിരുന്ന് കിസ് ചെയ്യുന്നത് കണ്ടു എന്നുള്ളതാണ് അനുമോൾ പറയുന്നത്. അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് ഒച്ചപ്പാടാകുന്ന വിഷയമാവുന്നു. അവസാനം ലിവിങ് ഏരിയയിലേക്ക് എല്ലാവരും വന്നിരിക്കുന്നു. എന്താണ് വിശദമായി പറയാൻ വേണ്ടി അനുമോൾ വരുന്നു. അനുമോൾ കാര്യങ്ങൾ ഓരോ ദിവസം, അതായത് അനുമോളുടെ ആ ഒരു പൗച്ച് കാണാതായത് മുതലുള്ള ദിവസങ്ങൾ, അനുമോൾ ഒളിച്ചിരുന്ന് കണ്ട കാര്യങ്ങൾ, അതായത് ഉറങ്ങി എന്ന് നടിച്ചുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, പുതപ്പിനുള്ളിൽ വെച്ച് ആര്യനും ജിസേലിനും കിസ് ചെയ്തു എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞത്. അനുമോൾ അവിടെ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി എല്ലാവരും ആവശ്യപ്പെടുന്നു. അങ്ങനെ അനുമോളും അതേപോലെ മസ്താനിയും കൂടി അങ്ങനെ ഡെമോ കാണിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ജിഷിൻ ഇടപെടുന്നു. മൊത്തത്തിൽ ഈ ഒരു വിഷയം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് എപ്പിസോഡ് അവസാനിക്കുന്നത് വരെയുള്ള ചർച്ച. ഞാൻ കൂടുതൽ അതിലേക്കൊന്നും കിടക്കുന്നില്ല, കാരണം അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും. രണ്ട് ഭാഗത്തും അവരുടെ ഭാഗം ശരിയാണ് എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ജിസേലും ആര്യനും പറയുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. അനുമോൾ പറയുന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന്. മസ്താനി പറയുന്നുണ്ട് മസ്താനി കണ്ടു എന്നുള്ളത്. അപ്പോൾ എന്താണ് ശരി എന്നുള്ളത് ലാലേട്ടൻ എപ്പിസോഡ് വരട്ടെ, അപ്പോഴാണ് അതിൻ്റെ ഒരു തീരുമാനമാവാം. ഇത് തന്നെയാണ് ചർച്ച. പിന്നീടുള്ള ഒരു പകുതി എപ്പിസോഡോളം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ടുള്ള അപ്പാനി, അക്ബർ, നമ്മുടെ ഒനിയൽ സാബു, അവരെല്ലാം ജിസേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അനുമോളുടെ ഭാഗത്ത് അപ്പുറത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഇവിടെ പലരും സത്യം തെളിയട്ടെ എന്നുള്ള സ്റ്റാൻഡ് എടുത്തവർ ഏറ്റവും കൂടുതലുള്ളത്. അതായത് അനുമോൾ പറയുന്നുണ്ട് കണ്ടു എന്നുള്ളത്, പക്ഷെ അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ തെളിവ് വരട്ടെ എന്ന് സ്റ്റാൻഡ് എടുക്കുന്നതാണ് ആദില, നൂറ അടക്കമുള്ള ആളുകൾ. ഞാനും അതിനാണ് പറയുന്നത്, തെളിവുകൾ വരട്ടെ, എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടതിന് ശേഷം നമുക്ക് ആരാണ് ശരി എന്നുള്ളത് വിലയിരുത്താം. അനുമോൾ കള്ളമാണ് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ഈ ബിഗ് ബോസ് ഹൗസിൽ തന്നെ അനുമോൾക്ക് ലഭിക്കും. അല്ല നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അത് സമ്മതത്തോടെയാണ്, അവർക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിഷയമേ അല്ല. പക്ഷേ അത് പുറത്തേക്ക് പോകുന്നത് നെഗറ്റീവ് ആവും എന്നുള്ളൊരു കാര്യം മാത്രമേ.